നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാണാതായ അർജുന് വേണ്ടി തെരച്ചിൽ നടത്തവേ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഒഴുക്കിൽപ്പെട്ടു. 4-ാം സ്പോട്ടിൽ തിരച്ചിലിറങ്ങിയവയാണ് ഈശ്വർ മാൽപേ ഒഴുക്കിൽപ്പെട്ടത്. ശരീരത്തിൽ കെട്ടിയിരുന്ന വടം പൊട്ടിയതാണ് അപകട കാരണം. നാവികസേന സുരക്ഷിതമായി ഈശ്വർ മാൽപേയെ കരയ്ക്കെത്തിച്ചു. 3-ാം ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത്. മുങ്ങൽ വിദഗ്ധർ വീണ്ടും പുഴയിലിറങ്ങും. നദിയിൽ ശക്തമായ അടിയൊഴുക്ക് ഉണ്ട്. സിഗ്നൽ ലഭിച്ച 4-ാം സ്പോട്ടിലാണ് പരിശോധന. അർജുനെ കണ്ടെത്താനുള്ള ദൌത്യത്തിൽ 4-ാം സ്പോട്ടിൽ ഡൈവിംഗിനൊരുങ്ങുകയാണ് നേവി. അതിനിടെ ഗംഗാവലിയിലെ മൺതിട്ടയുടെ ഭാഗത്ത് 3 ബോട്ടുകൾ ഉറപ്പിച്ചു നിർത്താൻ ദൌത്യ സംഘത്തിന്റെ നീക്കമുണ്ട്. വൈകാതെ ഡൈവിംഗ് ആരംഭിച്ചേക്കും. ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരായ മാൽപേ സംഘമാണ് സ്പോട്ട് 4-ൽ പരിശോധന നടത്തുന്നത്. ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഇന്ന് രാവിലെയോടെയാണ് ഇവിടെ എത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് എത്തിച്ചാണ് മൺകൂനയ്ക്കരികെ ഇവരെത്തിച്ചത്. നാവികസേനയും മത്സ്യത്തൊഴിലാളികളും ഇവരുടെ കൂടെയുണ്ട്. 12 ദിവസമായി തുടരുന്ന ദൌത്യത്തിൽ ആദ്യമായാണ് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നത്. ഐബോട്ട് പരിശോധനയിൽ അർജുന്റെ ലോറി 132 മീറ്റർ അകലെയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഐബോട്ട് ഡ്രോൺ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്യാബിൻ തകർന്നിരിക്കാനാണ് സാധ്യത. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. നദിയിലുള്ള മൺകൂനയിലെത്തി കുന്താപുരത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തെരച്ചിൽ സംഘത്തിലെ തലവൻ ഈശ്വർ മാൽപേ നദിയിൽ മുങ്ങിയെങ്കിലും പുഴയിലെ അടിയൊഴുക്ക് കാരണം തിരിച്ചു കയറുകയായിരുന്നു. പലതവണ മുങ്ങിയെങ്കിലും ഈശ്വർ മാൽപേ അതിവേഗം തിരിച്ചു കയറിയതായാണ് വിവരം. ദൌത്യവുമായി മുന്നോട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈശ്വർ മാൽപേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. അതിനിടെ ഗംഗാവലി പുഴയുടെ അടിയിൽ ഒരു ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഐബോട്ട് പരിശോധനയിൽ കിട്ടിയ 4-ാം സിഗ്നലാണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. 132 മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളതെന്നാണ് നിഗമനം. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു. ലോറിയുടെ ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിലാകാമെന്നും കളക്ടർ പറയുന്നു. തെരച്ചിൽ നിർത്തിയില്ലെന്നും ഇക്കാര്യം കളക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ടെന്നും NK രാഘവൻ MP പറഞ്ഞു. ഫ്ലോട്ടിംഗ് വെസൽ കൊണ്ടുവന്ന് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാനാണ് ശ്രമം. സാധ്യമായ എല്ലാ കാര്യങ്ങളും ശിരൂരിൽ ചെയ്യുന്നുണ്ടെന്നും MP പറഞ്ഞു. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുന്നത്. നാവികസേനയുടെ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ നിയോഗിക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് കൊണ്ടുപോകും. മറ്റു നേവൽ ബേസിൽ വിദഗ്ധർ ഉണ്ടെങ്കിൽ എത്തിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി റിയാസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.